PSC ബേസിൽ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു 35 താഴെയുള്ള ഒരു മെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫീമെയിലിനെ ഒഴിവാക്കിയിട്ടല്ല, മെയിലിനാണ് ഞാൻ ഈ വീഡിയോയിൽ എംഫസിസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു യൂണിഫോംഡ് ഫോഴ്സ് ലൈക്ക് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, പ്രിസൺ ഓഫീസർ ഇത്യാദി ജോലികൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. അതിനുവേണ്ടി വർക്കൗട്ട്, അതിനുവേണ്ടി പഠനം, ഇതിനൊക്കെ പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. അതെന്തിനാന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിസിക്കൽ ക്ഷമത ആവശ്യമുള്ള യൂണിഫോംഡ് ഫോഴ്സുകൾ ഉണ്ടല്ലോ, ഈ ഫോഴ്സുകൾക്ക് നിങ്ങൾക്ക് അറിയാം ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് വിഡ്ത്ത്, ഇങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഫിസിക്കൽ കേപ്പബിലിറ്റി പാസ്സായിട്ട് നമുക്ക് അതിനുള്ള മെഡിക്കലും ബാക്കി കാര്യങ്ങൾക്കും നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അഡ്വാൻറ്റേജ്? ചില എക്സാമുകൾക്ക് ഉള്ള പഠിപ്പിസ്റ്റുകൾ ലൈക്ക് സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ഉണ്ട്, ഇങ്ങനത്തെ എക്സാമുകൾ പഠിച്ച് പാസ്സാകാൻ റേഞ്ചുള്ള ചിലര്, അവർക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 169 സെന്റിമീറ്റർ ഹൈറ്റോ 5 സെന്റിമീറ്റർ ചെസ്റ്റ് വിഡ്ത്തോ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അവര് നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ആവില്ല. അപ്പൊ നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓപ്പണൻസ്, അതേ ഓപ്പണന്റ് വന്നു, അങ്ങനെ ഓപ്പണൻസിൽ നിന്ന് ആ ഹൈറ്റ് ചിലപ്പോൾ കുറവുള്ള, ചെസ്റ്റ് വിഡ്ത്ത് ചിലപ്പോൾ കിട്ടാത്ത സുഹൃത്തുക്കൾ ഒഴിവായി പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തായി, അത്രയും ചാൻസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഹൈറ്റും വെയിറ്റും കപ്പാസിറ്റിയും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചാൻസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പഠിപ്പിസ്റ്റ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ 62 മീറ്റർ ക്രിക്കറ്റ് ബോൾ എറിഞ്ഞ് പാസ്സാക്കാനോ 3 മീറ്റർ റോപ്പ് ക്ലൈംബ് ചെയ്യാനോ 8 ചിഹ്നപ്പ് എടുക്കാനോ പറ്റണമെന്നില്ല. അപ്പൊ ആ ആള് നിങ്ങൾക്ക് എന്തല്ല, കോമ്പറ്റീഷൻ അല്ല. അപ്പൊ മറ്റൊരു LD ക്ലർക്കോ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റോ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റോ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോണൻസിന്റെ എണ്ണം കുറഞ്ഞു. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ നമുക്കിപ്പോ സിവിൽ പോലീസ് ഓഫീസർ അങ്ങനത്തെ എക്സാമുകളല്ലാത്ത നോൺ യൂണിഫോംഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ലേഡീസ് നല്ലോണം അവർ വീട്ടിലിരുന്ന് പഠിക്കും. അപ്പൊ LD ക്ലർക്ക് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ ആയിക്കോട്ടെ, അതൊക്കെ അവർ നല്ലോണം വീട്ടിലിരുന്ന് പഠിച്ച് നമ്മളെക്കാളും വളരെ പെട്ടെന്ന് വളരെ കൂടുതൽ സ്കോർ പലപ്പോഴും നേടാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിഫോംഡ് ഫോഴ്സുകളിൽ ചിലത് മെയിൽ മാത്രമായിരിക്കാം. അപ്പൊ അങ്ങനത്തെ എക്സാമുകൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊതുവെ എല്ലാ ഫീമെയിൽസിനും അത്രയും മെജോറിറ്റി ആൾക്കാരും യൂണിഫോംഡ് ഫോഴ്സുകളെ ഫാമിലി ബേസിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോ ആ വളരെ പഠിക്കുന്ന, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആ ബുക്ക് വേംസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറി നമുക്ക് മറ്റ് എക്സാമുകൾക്ക് ഫേസ് ചെയ്യേണ്ട അത്രയ്ക്കും ഈ എക്സാമുകൾക്ക് സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ എക്സൈസ് ആയിക്കോട്ടെ, പ്രിസൺ ഓഫീസർ ആയിക്കോട്ടെ, നമുക്ക് ഫേസ് ചെയ്യണമെന്ന് വരില്ല. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഒരു മാർജിൻ മറ്റ് ചില എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കിട്ടുന്നുണ്ട്. അതാണ് അഡ്വാൻറ്റേജ് 2. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന പോയിന്റ് തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ്. മറ്റ് എക്സാമുകൾക്ക് ഈ ഹൈറ്റ് വെയിറ്റ് മാനദണ്ഡങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ 1000 പേര് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിവിൽ എക്സൈസോ സിവിൽ പോലീസ് ഓഫീസറോ മറ്റ് എക്സാമുകൾക്ക് 1000 പേര് എഴുതുന്ന സ്ഥാനത്ത് ഇതൊരു 600 പേരോ അല്ലെങ്കിൽ 400 പേരോ 500 പേരെ എഴുതുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം പലർക്കും ഇതിനുള്ള എന്തുണ്ടാവില്ല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണോ അവർ അപ്ലൈ ചെയ്യാൻ തന്നെ ഇല്ല. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് അതിന്റെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് ഉണ്ടാവുമോ എന്നുള്ള സംശയം കാരണം ചിലപ്പോ അവര് എക്സാം അപ്പിയർ ചെയ്യണമെന്നില്ല. അപ്പോ മറ്റ് എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു LD ക്ലർക്ക് 12 ലക്ഷം പേരെ എഴുതുന്നത്, ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർ 6 ലക്ഷം എന്തായിപ്പോ 6 ലക്ഷം പേരെ എഴുതുന്നുണ്ടാവുള്ളൂ. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 10 ലക്ഷം പേരെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്തുല്യമായ എന്ന് പറയാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർ ചിലപ്പോൾ ഒരു 4 ലക്ഷം പേരോ 5 ലക്ഷം പേരോ എഴുതുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറഞ്ഞു. അതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്, മറ്റ് ഈ ഫിസിക്കൽ കേപ്പബിലിറ്റി ആവശ്യമില്ലാത്ത എക്സാമിന് ഒരു 75 കട്ട് ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ തത്തുല്യമായ ഈ ടൈപ്പ് എക്സാമുകൾക്ക് ഒരു 55ഓ 60ഓ വരുന്നുണ്ടാവുള്ളൂ. എനിക്കറിയാം പേപ്പർ വ്യത്യാസം ഉണ്ടായിരിക്കാം, പേപ്പർ കുറച്ച് കൂടുതൽ ടഫോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും പൊതുവെ കട്ട് ഓഫ് മാർക്കും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള, നമുക്ക് റിയലൈസബിൾ ആയിട്ടുള്ള ഒരു ഗോള് ബെഞ്ച് മാർക്കേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി മനസ്സറിഞ്ഞ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം.
നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളാരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ യൂണിഫോംഡ് ഫോഴ്സുകൾക്കുള്ള ഒരു സോഷ്യൽ വാലിഡിറ്റി, ആ ഒരു യൂണിഫോമിന്റെ പവർ ഉണ്ടല്ലോ, അത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കേസില്ല. അതൊരു വലിയ സംഭവമാണ്. അപ്പൊ അതിനെ ഞാൻ അധികം പറഞ്ഞ് വലുതാക്കുന്നില്ല. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. അത് നാലാമത്തെ അഡ്വാൻറ്റേജ്. ദെൻ അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിനൊരു ഫിസിക്കൽ കേപ്പബിലിറ്റി വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം റിട്ടൺ പാസ്സായാലും എന്ത് പാസ്സാവണം, ഫിസിക്കലി പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ കേപ്പബിലിറ്റി വേണം, നമ്മൾ ആക്റ്റീവ് ആവണം, അത്യാവശ്യം ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സോ അങ്ങനത്തെ റിക്രിയേഷണൽ പർപ്പസോ വേണം. അപ്പൊ അതിന്റെ പോയിന്റ് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് എക്സാം ജോലി എന്നുള്ളതിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെയോ അതിനേക്കാളോ പ്രാധാന്യമുണ്ട് അവനവന്റെ ഹെൽത്തിന്. അപ്പോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, സ്വന്തം ശരീരം നോക്കി അത്യാവശ്യം ഓടി ചാട്ടത്തിന് വേണ്ടി നോക്കി, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോളിന് വേണ്ടി നോക്കി, അല്ലെങ്കിൽ ഷോർട്ട് പുട്ടിന് വേണ്ടി നോക്കി, അല്ലെങ്കിൽ ചിന്നപ്പിന് വേണ്ടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എക്സാമിനേക്കാൾ കൂടുതൽ, ജോലിയേക്കാൾ കൂടുതൽ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവനവന്റെ ശരീരം നന്നാവുകയും ചെയ്യും, മറ്റ് ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യും. അതോടൊപ്പം ഒരു ജോലിയും അതിന്റെ ഒപ്പം കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമില്ലേ. അതാണ് അതിന്റെ ഒരു അഞ്ചാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ ആറാമത്തേന്ന് എന്തൊരു ടൈമാണിപ്പോ. ആറാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുഴുവൻ എനിക്ക് പറയാനുള്ള ആധികാരികമായ ഒതന്റിസിറ്റി ഇല്ല. മറ്റ് ഫോഴ്സുകളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റ് തസ്തികകളെക്കാൾ കൂടുതൽ പോലീസിലും പ്രിസണിലും ഫയറിനും ഒക്കെ ആൾക്കാർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റ് ചില എക്സാമുകൾ വരുന്നതിനേക്കാളും ഫ്രീക്വന്റ് ആയിട്ട്, മറ്റ് ചില എക്സാമുകൾക്ക് ആൾക്കാർ എടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഈ എക്സാമുകൾക്ക് എടുക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചില പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളൂ. അതായത് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും ബാക്കി കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ യൂണിഫോംഡ് ഫോഴ്സുകൾക്ക് വേണ്ടി മാക്സിമം പ്രാധാന്യം കൊടുക്കണം. ജോലി കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ചാടിക്കയറി നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ആവില്ല. പിന്നെ ഒരു LD ക്ലർക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ പോലെ അത്രയും പേര് നിങ്ങൾക്കെതിരെ മത്സരിക്കാൻ വരൂല്ല. അതോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം നന്നാവും. വളരെ വളരെ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള സഹോദരിമാര് ചിലപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആവണം എന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു യൂണിഫോംഡ് ഫോഴ്സിന്റെ ഒരു പവർ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞ് നിർത്താം. ഞാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അന്ന് ഞാൻ സിവിൽ എക്സൈസ് ഓഫീസർക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയൊരു കോളേജിൽ അധ്യാപകനാണ്. അപ്പൊ ഇപ്പൊ ലീവ് എടുത്തിട്ട് ഞാൻ സിവിൽ എക്സൈസിന്റെ ഫിസിക്കൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവര് പോലീസ് സ്റ്റേഷന് മാളയിൽ ഉള്ള ഒരു റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസർ ലേഡി ആയിരുന്നു. അപ്പൊ അവരും സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറും ചോദിച്ചു, അപ്പൊ യൂണിഫോംഡ് ഫോഴ്സ് ഒക്കെ ഇഷ്ടമാണോ എന്ന്. അപ്പൊ അവര് അതിന് അത്രയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഫിസിക്കലിന് പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെയുള്ള പോലീസുകാരും കാര്യങ്ങളൊക്കെ നമ്മളെ അത്രയും പോസിറ്റീവായിട്ട് അത്രയും വിലയോട് കൂടിയിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ അങ്ങനെ മറ്റ് എക്സാമുകൾക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫിസിക്കൽ ആവശ്യമുള്ള യൂണിഫോംഡ് ഫോഴ്സുകൾക്ക് പ്രിപ്പയർ ചെയ്താൽ ഒരു സാധാരണ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ജോലിക്കും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.